ഈ അക്ഷയതൃതീയയുടെ കാര്യം പറഞ്ഞപ്പോഴും അക്ഷയതൃതീയ നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയായിട്ട് പറയുന്നത്? ഈ പറഞ്ഞ വിശ്വാസങ്ങളുമായിട്ടാണ്, ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഇന്ന ദിവസം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം കിട്ടും, അതുകൊണ്ടാണ് നമ്മൾ സ്വർണം വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസങ്ങൾ എന്തിൻ്റെ ഭാഗമാണ്? തീർച്ചയായിട്ടും അത് മതത്തിൻ്റെയും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമാണ്. ഇനി ഈ സ്വർണം വാങ്ങിക്കുന്നത് ആരാണ്? അതും സ്ത്രീകളാണ് എന്നുള്ളതാണ്. അപ്പം സ്ത്രീകളെ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. മതം ഒരു ആചാരത്തിൻ്റെ ഗൃഹോപകരണമാക്കിയിട്ടാണ് സ്ത്രീയെ എപ്പോഴും ഉപയോഗിക്കുന്നത്. നിങ്ങൾ വെറുതെ അമ്പലങ്ങളിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ വിശ്വാസമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നോക്കൂ. അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ആരാണ്? സ്ത്രീകളാണ് എന്നുള്ളതാണ്. ആ വിശ്വാസ സംരക്ഷകരാരാണ്? സ്ത്രീകളാണ്. വീടുകളിലേക്ക് നിങ്ങൾ നോക്കൂ. വീടുകളിൽ നമുക്ക് ആചാരങ്ങളുണ്ട്, വ്രതങ്ങളുണ്ട്. ഏതൊക്കെ വ്രതങ്ങളാണ്? തിങ്കളാഴ്ച വ്രതം, വെള്ളിയാഴ്ച വ്രതം, ശനിയാഴ്ച വ്രതം, ഞായറാഴ്ച വ്രതം, പിന്നെന്തോ ഒരു